ഹായ് വിയേഴ്സ്, വിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പാഗറ്റി റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ഞാനത് വെജിറ്റബിൾ വേർഷനാണ് ചെയ്യണത് കേട്ടോ. സ്പാഗറ്റി നല്ല അധികം വെള്ളം വെച്ചിട്ട് അതിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് ഊറ്റി വയ്ക്കുക. കുറച്ച് സെലറി യൂസ് ചെയ്യുന്നുണ്ട്. സെലറിയുടെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും വേറെ അരിഞ്ഞ് വയ്ക്കുക. ഒരു 5-6 വെളുത്തുള്ളി കഷ്ണം ചെറിയതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. പിന്നെ നമ്മൾ സോസുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സോയാ ചങ്ക്സാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിട്ട് കിടക്കുന്ന വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് സ്പാഗറ്റി. ഇനി നമ്മളൊരു ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് കൂടെ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പച്ചമുളക് നന്നായിട്ട് സോട്ട് ചെയ്ത ശേഷം സെലറിയുടെ വൈറ്റ് പാർട്ട്, അതായത് ഉള്ളിയുടെ ബബിൾസ് വരുന്ന ഭാഗം, അതും ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക കേട്ടോ. ഇനി സോയ ചങ്ക്സ് ചെറുതായിട്ട് അരിഞ്ഞതും നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും അത് വെന്ത് കിട്ടിക്കോളും. ആവശ്യത്തിനുള്ള ഉപ്പ്, സോസിലൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. 2 വലിയ ടീസ്പൂൺ സോയാ സോസും പിന്നെ ഒരു 2.5 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഞാനിതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന സ്പാഗറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പെട്ടെന്ന് കഴിയും ഇതെല്ലാം റെഡിയാണെങ്കിൽ. കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, സെലറിയുടെ ഗ്രീൻ പാർട്ട് ഉണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞ്, അത് നന്നായിട്ട് വിതറി കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ അതിന് തരും. ഇത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കുട്ടികൾക്കുള്ള ഒരു ലഞ്ചിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.